ചാപ്റ്റർ 3 ज़रूरी खुराक എഴുതിയിരിക്കുന്നത് बलराम अग्रवाल। प्रिय दर्शकों, कक्षा 7B द्वारा प्रस्तुत कर लिया जा रहा है बलराम अग्रवाल का बाल एकांकी ज़रूरी खुराक। ദർശകവും കാണികളെ കക്ഷ 7B 7th ക്ലാസ് അവതരിപ്പിക്കുന്ന ഒരു ബാല ഏകാങ്കിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു സ്റ്റേജ് ഷോ ആണ്. സ്റ്റേജ് ഷോയുടെ പേരാണ് ज़रूरी खुराक. ഇനി നമുക്ക് സീനിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ സ്റ്റേജ് ഷോയിലെ ആദ്യത്തെ സീന്. ചിത്ര में क्या क्या हो रहे हैं आपको कौन सा कार्यक्रम पसंद है? ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കാമോ? आपको कौन सा कार्यक्रम पसंद है? ഏത് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ഇഷ്ടം? പാത്ര കഥാപാത്രങ്ങൾ ലഡ്ക ഏക് ആദ്യത്തെ ആൺകുട്ടി, ഹിന്ദി സമാചാർ പത്ര ഏക് തഥാ അങ്കിത് ഒരു ആൺകുട്ടി, അങ്കിത് എന്ന ക്യാരക്ടറും പിന്നെ ഹിന്ദി സമാചാർ പത്ര ഹിന്ദി ന്യൂസ് പേപ്പർ ആ ക്യാരക്ടറായിട്ടാണ് വരുന്നത്. ലഡ്കി ഏക് ഒരു പെൺകുട്ടി, ആദ്യത്തെ പെൺകുട്ടി, ഹിന്ദി സമാചാർ പത്ര ദോ തഥാ ശിവാനി ആ പെൺകുട്ടി ശിവാനി എന്ന ക്യാരക്ടറും ഹിന്ദി ന്യൂസ് പേപ്പർ രണ്ടാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പറായിട്ടാണ് വരുന്നത്. ലഡ്ക ദോ രണ്ടാമത്തെ ആൺകുട്ടി, അംഗ്രേസി സമാചാർ പത്ര തഥാ ശുഭം എന്ന ക്യാരക്ടറും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായിട്ടാണ് വരുന്നത്. ലഡ്കി ദോ ടെലിവിഷൻ സമാചാർ വാചിക രണ്ടാമത്തെ പെൺകുട്ടി ന്യൂസ് റീഡറായിട്ടാണ്, ടി വിയിൽ വരുന്ന ന്യൂസ് റീഡറായിട്ടാണ് വരുന്നത്. പിന്നെ മമ്മി പപ്പ ആദ്യത്തെ സീനിനെ കുറിച്ചാണ് പറയുന്നത്. घर के ड्राइंग रूम में बैठे अंकित और शिवानी टेलीविशन में कोई कार्यक्रम देख रहे हैं. വീട്ടിലത്തെ ഡ്രോയിങ് റൂമിലിരുന്നിട്ട് അങ്കിത്തും ശിവാനിയും ടി വിയിലത്തെ ഏതോ പ്രോഗ്രാം കാണുകയായിരുന്നു. बाहर से शुभम आता है और मेज पर से रिमोट उठाकर टेलीविशन का चैनल बदलने लगता है. വെളിയിൽ നിന്ന് ശുഭം വരുന്നു. എന്നിട്ട് മേജ് ടേബിളിൽ വെച്ച റിമോട്ട് എടുത്തിട്ട് ടി വിയിലത്തെ ചാനൽ മാറ്റുകയാണ്. അങ്കിത് ഓർ ശിവാനി ഉസ് പർ ചില്ല ഉഠ്തേ ഹേ ഇത് കണ്ട് അങ്കിത്തും ശിവാനിയും അവൻ്റെ മേലെ ഒച്ച വയ്ക്കുന്നതാണ് സീൻ. അങ്കിത് ഓർ ശിവാനി ഏക് സാത്ത് ചീഖ്തേ ഹുവേ ഒരുമിച്ച് ഒച്ച വെച്ചിട്ട് ശുഭം. അപ്പോൾ ശുഭം ക്യാ ഹുവ എന്താ പറ്റിയത്? ശിവാനി ഹുവ തേരാ സർ ഓ നിൻ്റെ തല എന്നൊക്കെ പറയുമല്ലോ, അതേ ഒരു അതിലാണ് എഴുതിയിരിക്കുന്നത്. हम दो लोग जब पहले से ही टॉम एंड जेरी देख रहे हैं तो तू चैनल क्यों बदल रहा है? ഞങ്ങൾ രണ്ടാളും ആദ്യമേ ടോം ആൻഡ് ജെറി കാണാണ്, എന്നിട്ട് നീ എന്തിനാ പിന്നെ ചാനൽ മാറ്റുന്നത്? ബദൽ रहा है മാറ്റണത്. ശുഭം इसलिए कि तुम लोगों को कभी कभी यह भी जान लेना चाहिए कि बाकी दुनिया में क्या क्या हो रहे हैं. ഞാൻ ചാനൽ മാറ്റുന്നത് നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റ് രാജ്യങ്ങളിലോ മറ്റ് ഈ ലോകത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. ഇതും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് കാരണമാണ് ഞാൻ മാറ്റുന്നത്. अंकित उन सब के लिए तू तो है ना मेरे भाई, तू अखबार पढ़कर हमें बता दिया कर. അതിനല്ലേ നീ ഉള്ളത്. അങ്കിത് ശുഭൻ്റെ അടുത്ത് പറയാണ്, അതിനല്ലേ നീ ഉള്ളത്. നീ ഞങ്ങൾക്ക് അഖബാർ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി. ശിവാനി हाँ और अब अच्छे बच्चे की तरह टॉम एंड जेरी लगा दे या रिमोट हमें पकड़ा और बाहर का रास्ता नाप. ശിവാനി അതിനനുസരിച്ച് അങ്കിത് പറഞ്ഞതിൻ്റെ ഒപ്പം നിന്നിട്ട് ഹാ അത് ശരിയാണ്, ഇനി നീ നല്ല കുട്ടിയായിട്ട് ഞങ്ങൾക്ക് ടോം ആൻഡ് ജെറി കാണാൻ താ, അല്ലെങ്കിൽ റിമോട്ട് ഞങ്ങൾക്ക് തന്നിട്ട് നീ വെളിയിലത്തെ വഴി നോക്കിക്കോ, റസ്താന വെളിയിലത്തെ വഴി നോക്കിക്കോ. ശുഭം കभी कभी ന്യൂസ് യാ ഡിസ്കവറി യാ ദൂസരെ ചാനൽ ബി ദേഖ്തേ രഹനാ ചാഹിയേ. ചില സമയത്ത് ന്യൂസ് കാണണം, ഡിസ്കവറി ചാനൽ കാണണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലും കാണണം. ഈ കാർട്ടൂൺ ഒന്നുമല്ല കാണേണ്ടത്. अंकित दूसरे चैनल माई फुट लिखाई पढ़ाई से थके मेरे दिमाग को टॉम एंड जेरी या कार्टून चैनल के अलावा दूसरा कुछ चाहिए ही नहीं.
ദൂസറ ചാനൽ മൈ ഫുഡ് എന്നത് ഡയലോഗ് വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്ന ഡയലോഗ് പോലെ. ദൂസറേ ചാനൽ മൈ ഫുഡ് ലിഖായി പടായി. എഴുതലും വായിക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ തലയൊന്നും അതാവുമ്പോഴാണ് ആ എഴുത്തും വായനയും കഴിഞ്ഞ് ഇവിടെ വയ്യാണ്ടിരിക്കുമ്പോൾ എൻ്റെ തലയിൽ ആകെ ടോം ആൻഡ് ജെറിയും കാർട്ടൂൺ ചാനലും കാണാനല്ലാണ്ട് വേറെ ഒരു ചാനലും എനിക്ക് കാണാൻ തോന്നില്ല. शुभम, यानी कि तुम्हें उस खुराक की ज़रूरत है जो पापा ने कल मम्मी को पिलाई थी. तुम्हें उस खुराक ഒരു ഡോസ്, നിങ്ങൾക്കും ഒരു ഡോസിൻ്റെ ആവശ്യമാണ്. ജറൂറത്ത് ആവശ്യം. ജോ ഏതാ പാപ്പാനെ കൽ മമ്മിക്കോ പിലായി ഥി, അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത അതേ ഡോസ് നിങ്ങൾക്കും വേണമെന്നാണ് തോന്നുന്നത്. അതാണ് ശുഭം പറഞ്ഞത്. ഖുറാക്ക് പിലാനെ സേ ക്യാ താത്പര്യ ക്യാ ഹെ. ഖുറാക്ക് പിലാനെ വെച്ച് എന്താണ്? അത് ശരിക്കും പറയുകയാണെങ്കിൽ ദവാക്ക മാത്ര, മെഡിസിൻ്റെ ഒരു ഡോസിനെയാണ് ഖുറാക്ക് പിലാന എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് പപ്പ അമ്മയ്ക്ക് കൊടുത്ത ഒരു വാർണിങ്ങിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അങ്കിത് और शिवानी आश्चर्य से एक साथ मम्मी को खुराक. आश्चर्य सरप्राइज. अम्मे डोसो. शुभम हाँ. शिवानी खुलकर बताना. शुभम खुलकर लो सुनो. खुलकर പറഞ്ഞാൽ തുറന്നു പറയടാ. അപ്പോൾ ശുഭം തുറന്നു പറയാനോ എന്നാ കേൾക്കൂ. प्रकाश व्यवस्था के माध्यम से दृश्य बदलता है. പ്രകാശ് വ്യവസ്ഥ സ്റ്റേജ് ഷോ അല്ലേ, അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ സെറ്റിംഗ് വെച്ചിട്ട് ലൈറ്റിങ്ങിൻ്റെ സെറ്റിംഗ് വെച്ചിട്ട് ദൃശ്യ ബദൽത്തായി, സ്റ്റേജിലത്തെ ആ ഇപ്പോൾ നടക്കുന്ന ക്യാരക്ടറൊക്കെ മാറി സെറ്റിങ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോഫേ പർ ബൈഠി മമ്മി കോയി ടി വി സീരിയൽ ദേഖ്നെ മേ മസ്ത് ഹെ. ഇനി അവിടെ സോഫയിൽ അമ്മയാണ് ഇരിക്കുന്നത്, എന്നിട്ട് ടി വി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. और बीच बीच में कभी गुस्से के तो कभी प्रसन्नता के भाव दिखाती है. സീരിയലിൻ്റെ ഇടയിൽ സീരിയലിൽ മുഴുകിക്കൊണ്ടിരുന്ന് തന്നെ ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ ഭാവവും ചിലപ്പോൾ പ്രസന്നത, ചിലപ്പോൾ ഹാപ്പി ഭാവങ്ങളൊക്കെയാണ്, സന്തോഷത്തിൻ്റെ ഭാവങ്ങളാണ് കാണിക്കുന്നത്. ജിസ്സെ പതാ ചലത്താ ഹെ കി വേ സീരിയൽ കോ വിഭോർ ഹോക്കർ ദേഖ് രഹി ഹെ. ആ ഒരു മുഖഭാവം കൊണ്ടറിയാം അമ്മ എത്ര മുഴുകിയിട്ടാണ് സീരിയൽ കാണുന്നത്. യഹ് സാരാ ദൃശ്യ മൗൻ പൂർവക് ചൽ രഹാ. ഇതൊക്കെ ഭയങ്കര സൈലൻസിലാണ് നടക്കുന്നത്. ഹിന്ദി സമാചാർ പത്ര ഏക് കെ റൂപ് മേ ലഡ്ക ഏക് ബോൽത്താ ഹുവാ മഞ്ച് പർ ഏക് ഓർ സെ ദൂസരി ഓർ ഗുസർ ജാത്താ ഹെ. ആദ്യത്തെ ആൺകുട്ടി ഹിന്ദി ന്യൂസ് പേപ്പറുടെ രൂപത്തിൽ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക്, സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഡ്ക ഏക് എന്നിട്ട് എന്തോ പറയുന്നതുകൊണ്ട് ഒരു ന്യൂസ് പേപ്പറിലെ ഹെഡ്ലൈൻസ് ഉള്ള പോലെ. ജപ്പാൻ മേ ജബർദസ്ത് ഭൂകമ്പ്. ജപ്പാനിൽ ഭയങ്കരമായ എർത്ത് ക്വേക്ക്. ഹസാരോ ലോഗോं की मौत. ആയിരക്കണക്കിന് ആൾക്കാരുടെ മരണം. കരോടോं की संपत्ति का नुकसान. കോടികളുടെ സമ്പത്തിൻ്റെ നഷ്ടങ്ങൾ. अंग्रेज़ी समाचार पत्र के रूप में लड़का दो बोलता हुआ मंच पर दूसरी ओर से पहली ओर को गुजर जाता है. ആദ്യത്തെ കുട്ടി ഇവിടുന്ന് ഇവിടേക്കും, രണ്ടാമത്തെ ഇനിയത്ത് വരാൻ പോണ കുട്ടി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് പോകുന്നു. എന്നിട്ട് അവരും എന്തോ വായിക്കുന്നുണ്ട്. ലഡ്ക ദോ മാസസീവ് എർത്ത് ക്വേക്ക് ഹിറ്റ് ജപ്പാൻ. ഭയങ്കരമായിട്ടൊരു എർത്ത് ക്വേക്ക് ജപ്പാനിൽ ഉണ്ടായി. About 400 people are dead and 500 missing. 400 ആൾക്കാർ മരിച്ചു, പിന്നെ 500 ആൾക്കാർ മിസ്സിങ്ങുമാണ്. ഹെവി ലോസ് ഓഫ് നാഷണൽ പ്രോപ്പർട്ടി. സമ്പത്തുകളുടെ നഷ്ടങ്ങളുണ്ടായി. ഇതാണ് ന്യൂസ് ചാനലിൽ വരുന്നത്. हिंदी समाचार पत्र 2 के रूप में लड़की एक बोलती हुई मंच के निचले सिरे से ऊपरी सिरे की ओर गुजर जाती है. അടുത്ത ആൾ ഹിന്ദി ന്യൂസ് പേപ്പർ, വേറൊരു ഹിന്ദി ന്യൂസ് പേപ്പറായിട്ട് സ്റ്റേജിൽ നിന്ന് താഴെ നിന്ന് കയറി മുകളിലേക്ക് വരികയാണ്. ലഡ്കി ഏക് आज सुबह लगभग 5 बजे जापान का टोक्यो शहर
जबरदस्त भूकंप के कारण तबाह हो गया है. ഇന്ന് രാവിലെ 5 മണിയോടെ ജപ്പാനിലെ ടോക്കിയോ നഗരത്തിൽ ഭയങ്കരമായ ഭൂകമ്പം കാരണം എല്ലാവിടെയും നശിച്ചുപോയി. കിത്നി ഹി ഇമാരത്തെ ജമീൻ മേ ധസ് ഗയി ഹെ. എത്രയോ കെട്ടിടങ്ങൾ ഈ നിലത്ത് തകർന്നു പോയി. ഹസാരോ ലോഗ് മൽബെ കെ നീച്ചെ ദബേ പടേ ഹെ. ആയിരക്കണക്കിന് ആൾക്കാർ ഈ നഷ്ടപ്പെട്ട കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇസി ബീച്ച് പാപ്പ കാ മഞ്ച് പർ പ്രവേശ്. ഇതൊക്കെ നടന്നുകൊണ്ട് ഈ ന്യൂസ് പേപ്പറുകളൊക്കെ വായിക്കുന്നതിൻ്റെ ഇടയിലാണ് അച്ഛൻ സ്റ്റേജിലേക്ക് കയറുന്നത്, രംഗപ്രവേശനം നടത്തുന്നത്. कोने में रखे टेलीविज़न के सामने रखी मेज पर से रिमोट उठाकर ചാനൽ बदलने लगते हैं. കോനെ പറഞ്ഞ കോർണറിൽ വെച്ചിരിക്കുന്ന ടെലിവിഷൻ്റെ അടുത്ത് ടേബിളിൽ വെച്ചിരിക്കുന്ന റിമോട്ട് എടുത്തിട്ട് ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി ഹക് ബക്കാക്കർ ഗുസ്സേമേ അരെ അരെ യേ ക്യാ കർ രഹേ ഹോ. ഹക് ബക്കാക്കർ പറഞ്ഞാൽ വെപ്രാളപ്പെട്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട്. പാപ്പ ന്യൂസ് ചാനൽ पर लगा रहा हूँ. ന്യൂസ് ചാനൽ വെക്കുകയാണ്. മമ്മി ഹേ ഭഗവാൻ മനോരഞ്ജൻ ചാനലോं से इतनी चिढ़ क्यों है आपको. എൻ്റെ ഈശ്വര, ഈ എൻ്റർടൈൻമെൻറ്റ് ചാനൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തിനാ ഇത്ര ഇറിറ്റേഷൻ ആവണേ, എന്ത് പ്രശ്നമാണ് വരുന്നത് നിങ്ങൾക്കിങ്ങനെ. ഇതാണ് അവിടുത്തെ സീന്. പാപ്പ അതിന് അച്ഛൻ ഉത്തരം കൊടുക്കുകയാണ്. റിമോട്ട് സേ ചാനൽ ബദൽത്തേ ഹുए. ന്യൂസ് ചാനൽ വെക്കണതിൻ്റെ ആ തിടുക്കത്തിൽ നിഠല്ല നക്കാര और बुद्धिहीन बना डालने वाले चैनलों को मनोरंजन चैनल समझना पता नहीं कब छोड़ोगी तुम. അച്ഛൻ പറയാണ് നിഠല്ല അലസൻ, നക്കാര ഒന്നിനും കൊള്ളാത്തത്, ബുദ്ധിഹീൻ ബുദ്ധിയില്ലാത്ത ഈ ചാനലുകളിനെ എൻ്റർടൈൻമെൻറ്റ് ചാനൽ എന്ന് നീ കരുതുന്നത് എപ്പോഴാണ് വിടുക. അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ വെറുതെ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഒരു ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരു ചാനലാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ലോകകാര്യങ്ങളോ അല്ലാണ്ട് ലോകകാര്യങ്ങളും അറിയാൻ പറ്റില്ല, അല്ലാത്ത ഒരു ഗുണങ്ങളും കിട്ടില്ല എന്നാണ് അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മമ്മി 51 पर लगाओ ന്യൂസ് ചാനൽ 50 के बाद ही सारे. ചാനൽ നമ്പറാണ് പറയുന്നത്. 51 വെക്കൂ. ന്യൂസ് ചാനൽ 50 ചാനൽ കഴിഞ്ഞിട്ടാണുള്ളത്. നാശ് കർ ദിയ സാരെ സീരിയൽ കാ. ഓ നശിപ്പിച്ചു എല്ലാ സീരിയലും. പാപ്പ ന്യൂസ് ചാനൽ पर पहुंच जाते हैं. അച്ഛൻ ന്യൂസ് ചാനൽ വെക്കും. സമാചാർ വാചിക ന്യൂസ് റീഡർ വായിക്കുകയാണ്. पूरे टोक्यो शहर में बिजली की सप्लाई ठप पड़ गई है. മുഴുവൻ ടോക്കിയോ നഗരത്തിൽ ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ നിന്നുപോയിരിക്കുന്നു. ठप पड़ गई है നിന്നുപോയി. और ടവേഴ്സ് टूट गए हैं. ടവേഴ്സും പൊട്ടിപ്പോയിരിക്കുന്നു. जिसके कारण शहर का संपर्क बाकी जगहों से ख़त्म हो गया है. ഈ ടവറൊക്കെ പോയ കാരണം, ഇലക്ട്രിസിറ്റി പോയി ടവേഴ്സൊക്കെ പോയ കാരണം ഈ നഗരത്തിലത്തെ ബന്ധം, സമ്പർക്ക് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ മറ്റു നഗരങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ഇസ് ഭൂകമ്പ് की तीव्रता रिक्टर पैमाने पर 7.1 മാപ്പി ഗയി. ഈ റിക്ടർ സ്കെയിലാണ് ഭൂകമ്പം അളക്കാനുള്ള ആ ഒരു ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്നത് 7.1 അതിതീവ്രമായ ഒരു ഭൂകമ്പമാണ്. അതാണ് അത്രയ്ക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ജപ്പാൻ മേ പിछले माह के भी भूकंप आया था. ജപ്പാനിൽ കഴിഞ്ഞ മാസവും ഭൂകമ്പം വന്നതാണ്. പപ്പ അപ്പോൾ ഇത് കേട്ടിട്ട് പപ്പ അമ്മടുത്ത് പറയാണ്, സുൻ രഹി ഹോ, കേൾക്കുന്നുണ്ടോ. അപ്പോൾ അമ്മ യേ കബ് ഹുവാ. അയ്യോ ഇതെപ്പോഴാണ് സംഭവിച്ചത്. പാപ്പ घर में 3 अखबार आते हैं, 2 हिंदी के और 1 अंग्रेज़ी के. വീട്ടിൽ 3 ന്യൂസ് പേപ്പേഴ്സാണ് വരുന്നത്. 2 ഹിന്ദി 1 ഇംഗ്ലീഷ്. तीनों चीख कर सुबह से ये समाचार सुना रहे थे. 3 പേപ്പറും രാവിലെ മുതൽ ഒച്ച വെച്ച് ഇതേ ന്യൂസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലേക്കിൻ ആപ് ഹേ കി, പക്ഷെ നീയാണെങ്കിലോ. മമ്മി चीख कर सुना रहे हैं, मुझे तो एक शब्द भी सुनाई नहीं दिया. ഒച്ച വയ്ക്കേ, ഞാനൊന്നും കേട്ടില്ലല്ലോ. പപ്പ
सुबह से शाम तक मनोरंजन में डूबे रहने वाले लोगों को दर्द में डूबे लोगों की चीखें सुनाई नहीं देती रमा जी. അമ്മർത്ത് പറയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ മറ്റ് ആൾക്കാരുടെ വേദനകൾ ഒന്നും കേൾക്കില്ല. മമ്മി, कैसी बातें कर रहे हैं? എങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്? पापा, ठीक कह रहा हूँ, हाथ से इशारे करके. इतने मोटे मोटे अक्षरों में हेड न्यूज़ छपी है सभी अखबारों में. ശരി തന്നെയാണ് പറയണേ. കൈ കൊണ്ട് ആക്ഷനൊക്കെ കാണിക്കൂല സംസാരിക്കുന്നത് എൻ്റെയിൽ, അത് വെച്ചിട്ടാണ് പറയുന്നത്. ശരിയാണ് പറയുന്നത്. ഇത്രയും വലിയ വലിയ അക്ഷരങ്ങളിൽ ന്യൂസ് ഉണ്ടല്ലോ, ന്യൂസ് ഹെഡ്ലൈൻസൊക്കെ വലിയ അക്ഷരങ്ങളിലാണല്ലോ, ബോൾഡ് ലെറ്റേഴ്സിൽ. അപ്പോൾ എല്ലാ ന്യൂസ് പേപ്പറിലും അങ്ങനത്തെ ഹെഡ്ലൈൻസ് വന്നിട്ടുണ്ട്. കുട്ടാക്കർ കബി ദേഖ്തി ഹോ അഖ്ബാർ കി ഓർ? കണ്ണും തുറന്ന് വല്ലപ്പോഴും നോക്കാറുണ്ടോ ന്യൂസ് പേപ്പറിനെ? അപ്പോൾ അമ്മ പറയുന്നതാണ്, घर के कामकाज से फुर्सत मिले तभी तो कोई अखबार देखे पड़े. വീട്ടിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ടൈം കിട്ടിയാലല്ലേ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുള്ളൂ. പാപ്പ, ठीक कहती हो, उल्टे सीधे सीरियल्स तो तुम जैसे घर के काम करते करते देखती रहती हो. ശരി തന്നെയാണ് പറയണേ. ഒന്ന് കളിയാക്കിയിട്ട് ശരി തന്നെയാണ് പറയണേ. ഈ സീരിയലൊക്കെ കാണുന്നത് പിന്നെ വീട്ടിലത്തെ പണി നോക്കിയിട്ടാണല്ലോ, പണിയുടെ ഇടയിലാണല്ലോ. അപ്പോൾ അമ്മ, ബസ് काम काज में चाहे जितना खटे, मनोरंजन के आसपास ना फटक जाए कि घर की औरत. ഖട്ടെ പറഞ്ഞാൽ വേണമെങ്കിൽ ചെയ്തോട്ടെ, എത്ര വീട്ടിലത്തെ പണി വേണമെങ്കിൽ ചെയ്തോട്ടെ. എൻ്റർടൈൻമെൻറ്റിൻ്റെ സമയം വന്നു കഴിഞ്ഞാൽ काम काज में चाहे जितना कटे, मनोरंजन के आसपास ना फटक जाए घर की औरत. വീട്ടിലത്തെ പണി എത്ര ചെയ്താലും എത്ര വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എൻ്റർടൈൻമെൻറ്റിൻ്റെ സമയത്ത് വീട്ടിലത്തെ പെണ്ണുങ്ങൾ അവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അവിടെ ഒന്നും തിരയാൻ പാടില്ല അല്ലേ? അപ്പോൾ അച്ഛൻ പറയുക, രമ തും മേരി ബാത് കോ ഗലത് സമജ് രഹി ഹോ. നീ ഞാൻ പറയുന്ന കാര്യങ്ങളെ തെറ്റായിട്ടാണ് കണക്കാക്കുന്നത്. मेरे कहने का मतलब है कि ना तो घर के कामकाज में और ना ही अपने मनोरंजन में हमें इस कदर डूब जाना चाहिए कि हम अपने आसपास के लोगों के दुख दर्द देख ही ना पाए. അയ്യോ, ഞാൻ പറയണതിനെ തെറ്റായിട്ടാണ് നോക്കണ്ട. ഞാൻ പറഞ്ഞത് നമ്മളുടെ വീട്ടിൻ്റെ പണിയായാലും ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ ലോകത്തായാലും സീരിയൽസ് ആണെങ്കിലും സിനിമയായാലും എത്ര എന്താണെങ്കിലും ഇത്രയും മുഴുകാൻ പാടില്ല. എത്രത്തോളം മുഴുകാൻ പാടില്ല? നമ്മളുടെ ചുറ്റുവട്ടത്തും എന്താ നടക്കുന്നത്, എത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊന്നും കാണാതെ പോവരുത് എത്രത്തോളം മുഴുകിയാലും. അമ്മ, ഐ എം സോറി. അപ്പോൾ അച്ഛൻ, ജപ്പാൻ में आज सुबह सैकड़ों लोग मौत के मुंह में समा गए. ജപ്പാനിൽ ഇന്ന് രാവിലെ സൈക്കഡോ കുറേ പേര് മരണപ്പെട്ടു. മോത്ത് കെ മുഹ് മേ സമാ ഗയെ പറഞ്ഞ് മരണപ്പെട്ടു. സൈക്കഡോ ലോഗ് ലാപ്പത്ത ഹെ, കുറേ പേരോ മിസ്സിങ്ങുമാണ്. जान और माल दोनों का नुकसान हुआ है. ജീവിതവും പോയി സമ്പത്തും പോയി. नुकसान നശിച്ചു. माना कि जापान एक दूसरा देश है, लेकिन है तो सब मनुष्य ही. ജപ്പാൻ വേറൊരു രാജ്യമാണെന്ന് മനസ്സിലായി, പക്ഷെ അവരും മനുഷ്യന്മാരല്ലേ. മമ്മ, ठीक कहते हो, ശരിയാണ് നിങ്ങൾ പറയുന്നത്. मुझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए था. ഞാൻ ഈ എൻ്റർടൈൻമെൻറ്റ്, ഈ സീരിയലും സിനിമയിലും മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാൻ പാടില്ലായിരുന്നു. പാപ്പ, സിർഫ് തുമേ നഹി, ദർശകോं की ओर इशारा करके हम सभी को. നീ മാത്രമല്ല, എന്നിട്ട് സ്റ്റേജ് ഷോ അല്ലേ, അപ്പോൾ ആൾക്കാരുടെ കാണികളുടെ നേരെ ചൂണ്ടിക്കാണിച്ചിട്ട് എല്ലാവർക്കും, അതായത് എല്ലാവരും, നമ്മളെല്ലാവരും ചുറ്റുവട്ടത്ത് എന്താ നടക്കുന്നതെന്ന് ഒരിക്കലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട വലിയ വലിയ കാര്യങ്ങളാണ്. സിനിമയും സീരിയലൊക്കെ ആവാം, എല്ലാവർക്കും ഫ്രീ ടൈം ഉണ്ട്, സിനിമയും സീരിയലൊക്കെ കാണാൻ പറ്റും, പക്ഷേ
അതിൻ്റെ ഒപ്പം തന്നെ ഈ ന്യൂസ് കാണുന്നതും ന്യൂസ് പേപ്പർ വായിക്കുന്നതും അത്യാവശ്യകരമായ ഒരു കാര്യമാണ്. ഇതോടെ ദൃശ്യം സമാപ്തമായി, സ്റ്റേജ് ഷോ സമാപ്തമായി. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഹിന്ദി ദിവസിനെ കുറിച്ചിട്ടാണ്. ഹിന്ദി ദിവസ് കി ആപ് സഭി കോ ഹാർദിക് ശുഭകാമനായ്. 14 സിതംബർ ഹിന്ദി ദിവസ്. 14 സിതംബറിനാണ് ഹിന്ദി ദിവസ് ആഘോഷിക്കുന്നത്. അതിൻ്റെ ശുഭകാമനായ് ഗ്രീറ്റിംഗ്സ് ആണ് ഈ ഒരു പോസ്റ്റർ.